അസ്സലാമു അലൈക്കും. ഇന്നൊരു ചരിത്രമാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം. ക്ഷമയുടെയും സഹനത്തിൻ്റെയും പ്രതിരൂപമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, സമുദായം എന്നിവയെപ്പറ്റി വിശദമായി ഖുർആനിൽ പ്രതിപാദിക്കുന്നില്ല. ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാം. അയ്യൂബ് നബി അലൈഹി സ്വലാം വളരെയേറെ സമ്പത്തിനുടമയായിരുന്നു. കൃഷി, ധാരാളം സന്തതികൾ, ആട്, മാട്, ഒട്ടകം എന്നിങ്ങനെ നല്ല അഭിവൃദ്ധി ഉണ്ടായിരിക്കെ തന്നെ ഒരിക്കൽ അയ്യൂബ് നബി അലൈഹിസ്സലാമയെ അള്ളാഹു കഠിനമായി പരീക്ഷിച്ചു. സാമ്പത്തിക തകർച്ച, വീടിൻ്റെ നാശം, സന്തതികളുടെ മരണം എന്നിങ്ങനെ പലതും. അതിനു പുറമെ പ്രത്യേകതരം ചർമ്മരോഗം കൂടി അദ്ദേഹത്തെ ബാധിക്കുകയുണ്ടായി. കുടുംബങ്ങൾ കൈയൊഴിഞ്ഞു. ആകെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായി. അയ്യൂബ് നബി അലൈഹിസ്സലാം ഏറെ ക്ഷമയോടെ ഇതെല്ലാം നേരിട്ടു. പ്രാർത്ഥനയിൽ മുഴുകി. തനിക്കനുഭവപ്പെട്ട ദുരിതത്തിലും മനോദാഢ്യത കൈവിടാതെ അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹം ക്ഷമകേട് കാണിക്കുകയോ നന്ദിയുടെ വാക്യമല്ലാതെ ഉച്ചരിക്കുകയോ ചെയ്തിട്ടില്ല. സൂറത്തുൽ അംബിയായിലെ 83-84 ആയത്തിൽ ഇങ്ങനെ കാണാം: അയ്യൂബിനെയും ഓർക്കുക, എന്നെ ദുരിതം ബാധിച്ചിരിക്കുന്നു, നീ ദയാലുക്കളിൽ ദയാലുവാണല്ലോ എന്ന് അദ്ദേഹം തൻ്റെ നാഥനോട് പറഞ്ഞ സന്ദർഭം. അപ്പോൾ നാം അദ്ദേഹത്തെ പ്രാർത്ഥന സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹത്തിലുള്ള ദുരിതം നാം നീക്കിക്കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മാത്രമല്ല, അദ്ദേഹത്തിന് നൽകിയത് അവരോടൊപ്പം അത്രയും കൂടി നൽകി. നമ്മുടെ പ്രത്യേക അനുഗ്രഹമായിക്കൊണ്ടും ഇബാദത്ത് ചെയ്യുന്നവർക്ക് ഒരു പാഠമായിക്കൊണ്ടും. ഏറെ കഷ്ടപ്പെട്ട ഈ അവസ്ഥയിലും എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. നിരാശ പൂണ്ട ഒരു വാക്കുപോലും അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല. കുടുംബം കയ്യൊഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ പത്നി റഹ്മ അദ്ദേഹത്തെ ക്ഷമാപൂർവ്വം പരിചരിച്ചു. കൂലിവേല ചെയ്താണ് ഭർത്താവിനെ പോറ്റിയത്. നല്ലപോലെ ഭർത്താവിനെ പരിചരിച്ചെങ്കിലും പിശാചിൻ്റെ പ്രേരണയാൽ മനുഷ്യസഹജമായ നിരാശയുടെ ഏതോ ഒരു പദപ്രയോഗം ഭാര്യയിൽ നിന്നുണ്ടായത് അയ്യൂബ് നബി അലൈഹി സ്വലാമയെ ഏറെ വേദനിപ്പിച്ചു. നിന്നെ ഞാൻ 100 അടി അടിക്കുമെന്ന് അദ്ദേഹം ഭാര്യയോട് പറയുകയും ചെയ്തു. നമ്മുടെ ദാസൻ അയ്യൂബിനെ ഓർക്കുക, പിശാച് എനിക്ക് അവശതയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തൻ്റെ രക്ഷിതാവിനോട് പറഞ്ഞ സന്ദർഭം. ഞാൻ കൽപ്പിച്ചു, നിന്റെ കാലുകൊണ്ട് നീ മണ്ണിലടിക്കുക. ഇതാ തണുത്ത സ്നാനജലവും കുടിനീരും. അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരെ നാം തിരിച്ചു കൊടുത്തു. അവരോടൊപ്പം അത്ര ആളുകളെ വേറെയും. നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ബുദ്ധിമാന്മാർക്ക് ഒരു ഉത്ബോധനവുമെന്ന നിലയിൽ നാം അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു പുൽക്കറ്റ കയ്യിലെടുത്ത് അതുകൊണ്ട് അടിക്കുക, ശബ്ദം ലംഘിക്കേണ്ടതില്ല. അതായത് ഇത് ഖുർആനിലെ സൂറത്ത് സ്വാദിലെ 41 മുതൽ 43 വരെയുള്ള ആയത്തുകളിലാണ് ഈ വാക്യങ്ങൾ അടങ്ങിയിട്ടുള്ളത്. രോഗാവസ്ഥയിൽ ഞാൻ നിന്നെ 100 അടി അടിക്കുമെന്ന് പറഞ്ഞു പോയത് അയ്യൂബ് നബിക്ക് ഒരു പ്രശ്നമായി മാറി. ശബ്ദം പാലിച്ചാൽ ഒരു നിരപരാധി പ്രഹരിക്കപ്പെടും. ശബ്ദം ലംഘിച്ചാലോ അതൊരു കുറ്റമായി തീരുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ മോചിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അള്ളാഹു കൽപ്പിച്ചു, എത്ര അടി അടിക്കണമെന്നാണോ ശബ്ദം ചെയ്തത് അത്രയും ഇതളുകളുള്ള ഒരു പുൽക്കറ്റയെടുത്ത് ഒറ്റയടി അടിക്കുക. അതോടെ ശബ്ദം നിറവേറുകയും അടി കൊണ്ടയാൾക്ക് യാതൊരു പ്രയാസം അനുഭവപ്പെടുകയുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നിന്റെ കാലുകൊണ്ട് നീ മണ്ണിലടിക്കുക എന്നും അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു. അദ്ദേഹം പാദമമർത്തേണ്ട താമസം ഭൂമിയിൽ നിന്ന് ഒരു ഉറവ പൊട്ടിയൊഴുകി അതിലെ വെള്ളം കുടിക്കുകയും അതിൽ കുളിക്കുകയും ചെയ്യുക എന്നത് രോഗത്തിനുള്ള ചികിത്സയായിരുന്നു. അങ്ങനെ അദ്ദേഹം അതിൽ കുളിക്കുകയും ആ വെള്ളം കുടിക്കുകയും ചെയ്തു. അയ്യൂബ് നബി അലൈഹി സ്വലാം പൂർണ്ണമായും രോഗമുക്തി നേടി. തൻ്റെ ഭൗതിക സൗഭാഗ്യങ്ങളെല്ലാം തിരിച്ചു കിട്ടി. ഭാര്യ പൂർണ്ണ ആരോഗ്യവതിയും ഏറെ സുന്ദരിയുമായി മാറി. അവൾ അദ്ദേഹത്തിൻ്റെ ധാരാളം മക്കളെ പ്രസവിക്കുകയും ചെയ്തു. വീണ്ടും അയ്യൂബ് നബി അലൈഹി സ്വലാം കുറേ കാലം ജീവിച്ചു. അയ്യൂബ് നബി അലൈഹി സ്വലാമയുടെ ക്ഷമയുടെ പ്രതിരൂപമായിരുന്നു. അദ്ദേഹത്തെ നാം ക്ഷമാശീലനായി കണ്ടു. എത്ര നല്ല ദാസൻ, തൻ്റെ നാദങ്കിലേക്ക് അധികം മടങ്ങുന്നവൻ. ഇത് സ്വാദിലെ 44 ആയത്തിലാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ക്ഷമയും സഹനവും മാത്രമാണ്. പ്രതിസന്ധികളും കടുത്ത പരീക്ഷണങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ക്ഷമിക്കുകയും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമയുടെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് നൽകുന്ന ഗുണപാഠം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയെക്കുറിച്ച് പറയുവാനുള്ളത്. വആഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.